ഡിയർ ഓൾ, അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ പോവുകയാണ്. എവിടേക്കാണ് പോകണേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. എവിടേക്കും അല്ല, നമ്മുടെ നാട്ടിലേക്ക് തന്നെ. അപ്പോൾ തൃശ്ശൂരിലേക്കാണ് പോണത്. അപ്പോൾ തൃശ്ശൂരിൽ എന്താണ് പോണതെന്ന് വെച്ചാൽ വീട്ടിലേക്കാണ് പോണത്. തൃശ്ശൂർ കുന്നംകുളം അടുത്തുള്ള അഞ്ഞൂർ എന്ന സ്ഥലത്തേക്കാണ് പോണത്. അതാണ് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടുത്തെ പള്ളിപ്പെരുന്നാളാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ അധികം താമസിക്കണില്ല, എന്നാലും പോവും. പെരുന്നാൾ അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളവിടെ എത്തും. ഓക്കെ, അതാണ് നമ്മുടെ തറവാട്. അപ്പോൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കറേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശനിയാഴ്ച രാവിലെ തന്നെ എത്തി. പലഹാരങ്ങളൊന്നും അങ്ങനെ മേടിക്കാനൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, മേടിച്ചു. അപ്പോൾ നമ്മൾ അമ്പും വളയും വരെയാണ്. തൃശ്ശൂരുകാർക്ക് പെരുന്നാളാണ് ആഘോഷം. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും അമ്പും വളയും വളർത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ബാങ്കിലേക്ക് ഗംഭീരമായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത് സംയുക്ത പെരുന്നാളാണ്. അപ്പോൾ എൻ്റെ മോനാണ്. അപ്പോൾ അമ്പ് കൊണ്ടുപോയി അടുത്ത വീട്ടിൽ വെക്കണമല്ലോ, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ അത് പാസ്സായി പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമ്മളത് കൊട്ടിക്കയറ്റുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ചടങ്ങാണ് ഏതാണ്ടൊക്കെ ഒരു 9:30-10:30 ആവും. അപ്പോൾ ഇത് കൊട്ടിക്കയറ്റിലാണ്. അപ്പോൾ ഈ കൊട്ടിക്കയറ്റുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യലും, അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫയർ വർക്ക് ഉണ്ടാവും, വെടിക്കെട്ട്. തൃശ്ശൂരുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ വെടിക്കെട്ട്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം ആണ് എല്ലാവരും പിരിഞ്ഞു ചെല്ലുക. അത് കഴിഞ്ഞ് നമ്മുടെ ശനിയാഴ്ചത്തെ ആഘോഷങ്ങൾ കഴിയുകയാണ്. അതായത് നമ്മുടെ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മുടെ വീട്ടിൽ കുറേ അതിഥികൾ ഉള്ളതുകൊണ്ടേ രാവിലത്തെ കുർബാനയ്ക്ക് പോണതാണ് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് സേഫ്. അപ്പം ഞാൻ 6:30 മണിക്കൊക്കെ നമ്മൾ പള്ളിയിൽ പോയി. അപ്പോൾ 6:30 മണിക്കൊരു കുർബാന ഉണ്ട്, 8:30 കുർബാന ഉണ്ട്. ശരിക്കും പെരുന്നാളിൻ്റെ പാട്ട് കുർബാന എന്ന് പറയുന്നത് 10:00-ക്കാണ്. അപ്പോൾ അതിന് പോയാൽ നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ 6:30 കുർബാനയ്ക്ക് പോയി. അപ്പോൾ 8-8:30 തിരിച്ച് വരാൻ സെമിത്തേരിക്കൊക്കെ ഒന്ന് കയറണ്ടേ. അത് കഴിഞ്ഞ് വന്നു. കുക്കൊന്നും ചെയ്തില്ല കേട്ടാ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് എത്തി. ഒരു 11-12 മണിക്ക് മുമ്പ് തന്നെ ഫുഡ് എത്തി. നമ്മുടെ ഗസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഭക്ഷണം നമുക്ക് കിട്ടി. അപ്പോൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കൂടെ.